الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ആദരണീയരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു അനുഗ്രഹം ഇങ്ങനെയൊരു സദസ്സിൽ ഒരുമിച്ച് കൂടാനും വളരെ കുറഞ്ഞ സമയമാണെങ്കിലും ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാനും പഠിക്കാനും ഒക്കെ അവസരം ലഭിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചിലവഴിക്കുന്ന സമയവും നമ്മുടെ ഈ സൽക്കർമ്മവും ഒക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ നിർബന്ധ നമസ്കാരത്തിൽ 5 നേരവും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിർബന്ധമായി കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന, തേടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു നൽകിയ ഒരു പ്രാർത്ഥനയാണ്. അതിൽ നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശരണം തേടുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. നരകശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ, ഞാൻ നിന്നോട് ശരണം തേടുകയാണ്. അതുപോലെ തന്നെ വമിൻ അദാബിൽ ഖബർ. ഖബർ ശിക്ഷയെ തൊട്ട് ഞാൻ നിന്നോട് ശരണം തേടുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്. ജീവിത മരണ പരീക്ഷണങ്ങളെ തൊട്ട് ഞാൻ ശരണം തേടുന്നു. വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ടും റബ്ബേ, ഞാൻ നിന്നോട് ശരണം തേടുകയാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധ സ്വരത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശരണം തേടുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ നിർണായകമായ 4 കാര്യങ്ങളാണ്. കാരണം അവൻ ഭയപ്പെടുന്ന നരകശിക്ഷ, അതുപോലെ തന്നെ വിശ്വാസി ഭയപ്പെടേണ്ടുന്ന മറ്റൊന്നാണ് ഖബറിൽ അവൻ അനുഭവിക്കേണ്ടി വരും എന്ന് വിശുദ്ധ ഖുർആനും ഹദീസുകളും പ്രതിപാദിച്ച അവസ്ഥകൾ, അവിടെ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ, അതിനെ തൊട്ടും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ അള്ളാഹുവിനോട് ശരണം തേടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഖബർ ജീവിതം, അവിടെ ഒരു വിശ്വാസി നേരിടേണ്ടി വരുന്ന അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളും, അത് യഥാർത്ഥത്തിൽ നമ്മളുടെ വിശ്വാസത്തെ വളർത്തുകയും
ഊട്ടിയുറപ്പിക്കുകയും ഈമാനിന് ദൃഢത നൽകുകയും ചെയ്യുന്ന ഒന്നാണ്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടിമയായ ഹാനി റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, കാന ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇദാ വഖഫ അലാ ഖബ്രിൻ യബ്കി. അദ്ദേഹം ഖബറിന്റെ സമീപത്തെത്തിയാൽ കരയാൻ ആരംഭിക്കും. ഹത്താ യബുല്ല ലിഹ്യതഹ. കരഞ്ഞ അദ്ദേഹത്തിന്റെ താടിരോമങ്ങൾ നനഞ്ഞ് ഒട്ടുമായിരുന്നു. ഫഖീല ലഹു, ഇത് കാണുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെടുമെന്നാണ്, തദ്കുറുൽ ജന്നത വന്നാർ വലാ തബ്കി. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ താങ്കളോട് പറയപ്പെടുന്നുണ്ട്, ഇങ്ങനെ കരയുന്നത് കാണപ്പെടുന്നില്ല. വതബ്കി മിൻ ഹാദാ. പക്ഷെ ഖബറിന്റെ സമീപത്തെത്തുമ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബ്റ അവ്വലു മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. ഒരു മനുഷ്യന്റെ പരലോക ജീവിതത്തിന്റെ ആരംഭമാണ് ഖബർ ജീവിതം എന്ന് പറഞ്ഞാൽ. فإن نجا منه فما بعده أيسر منه. അതിൽ നിന്നൊരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ശേഷം കടന്നു വരാനിരിക്കുന്നതൊക്കെ അയാളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. وإن لم ينجو منه. പക്ഷെ അതിൽ നിന്നൊരാൾ രക്ഷപ്പെടുന്നില്ല എങ്കിൽ فما بعده أشد منه. അതിനുശേഷം കടന്നു വരാനിരിക്കുന്നത് അങ്ങേയറ്റം കാഠിന്യമേറിയ ജീവിതമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് കരയുമായിരുന്നു എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയപ്പെടുകയാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസ് കൂടെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. പ്രവാചകൻ പറയുന്നു, മാ റഅയ്തു മൻദറൻ ഖത്തു. ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല, ഇല്ലാ വൽ ഖബ്റു അഫ്ദഉ മിൻ. ഖബറിനേക്കാൾ ഭയപ്പെടുത്തുന്ന, ഖബറിനേക്കാൾ പേടിപ്പെടുത്തുന്ന, അതിനേക്കാൾ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖബർ ജീവിതം എന്നതും അതിലനുഭവിക്കാനിരിക്കുന്ന സുഖങ്ങളും അതിൽ നേരിടാനിരിക്കുന്ന പരീക്ഷണവുമൊക്കെ അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഈ ജീവിതത്തെ നിഷേധിച്ചവരായ ആളുകൾ അഹ്ലുസുന്നയിൽപ്പെട്ടവരല്ല, മറിച്ച് പിഴച്ചുപോയ കക്ഷികളാണ്. അതല്ലാത്ത അഹ്ലുസുന്നയിൽപ്പെട്ടവരെല്ലാം ഇങ്ങനെ ഒരു ജീവിതം കടന്നു വരാനുണ്ട് എന്നും അത് നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നും പഠിപ്പിച്ചു നൽകിയതാണ്. നമ്മൾ നോക്കുക, വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്നു, അൽ മുസ്ലിമു ഇദാ സുഇല ഫിൽ ഖബ്രി യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരു മുസ്ലിം അയാളോട് നാളെ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അയാൾ മറുപടി കൊടുക്കും, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ തിരുദൂതനാണ് എന്നും. അപ്പോ മറുപടി കൊടുക്കാനുള്ള സ്ഥിരതയും സ്ഥൈര്യവും മുസ്ലിമിന് നൽകപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആനിന്റെ വചനമോദി എന്നാണ്. ഏതാണ് ആ വചനം? യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്. വിശ്വാസികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരതയാർന്ന ഉറച്ച ഒരു വാക്ക് കൊണ്ട് അവരെ ഉറപ്പിച്ചു നിർത്തും. എവിടെയൊക്കെ? ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ. ദുനിയവിയായ ജീവിതത്തിലും നാളെ പരലോകത്തും. ഈ ദുനിയാവിൽ ഒരുവൻ ശരിയായ വിശ്വാസിയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഇബാദത്തുകളെല്ലാം റബ്ബിനു മാത്രം അർപ്പിക്കുന്ന, ഇബാദത്തുകളിൽ ഒന്നും തന്നെ റബ്ബല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കാത്ത, അത് ഏതു തന്നെയാവട്ടെ, പ്രതീക്ഷയർപ്പിക്കുന്നതാവട്ടെ, ഭരമേൽപ്പിക്കുന്നതാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം വകവെച്ചു കൊടുക്കേണ്ടുന്ന ഭയമാവട്ടെ,
അങ്ങനെ ഏത് ആരാധനയുടെ ഇനങ്ങളായിരുന്നാലും റബ്ബിന് മാത്രം വകവെച്ചു കൊടുത്ത് റബ്ബിനോട് മാത്രം തന്റെ സങ്കടങ്ങൾ പറഞ്ഞ് ആവലാദികൾ ബോധിപ്പിച്ച് അങ്ങനെ ജീവിക്കുന്ന ശരിയായ ഒരു മുഅ്മിനായ മുസ്ലിമായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് സ്ഥിരത നൽകും. ഏത് വ്യത്യസ്തമായ പ്രയാസങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അവന്റെ മനസ്സിൽ ഉള്ള അടിയുറച്ച വിശ്വാസമുണ്ടല്ലോ, അത് ചിലപ്പോൾ സാമ്പത്തികമായ പ്രയാസങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവൻ നേരിടേണ്ടി വരുന്നത് തന്റെ പ്രിയപ്പെട്ട, താൻ ഏറെ ഓമനിച്ചു വളർത്തിയ തന്റെ മക്കളോ, താൻ ഏറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന തന്റെ മാതാപിതാക്കളോ, തന്റെ ബന്ധുമിത്രാദികളോ ഒക്കെ ആയിട്ടുള്ളവരുടെ മരണമായിരിക്കും. അതുമല്ലെങ്കിൽ ശാരീരികമായ പ്രയാസങ്ങളായിരിക്കും. അങ്ങനെ അവന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഏത് തരത്തിലുള്ള പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, അവനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ദൃഢമാണോ, വിശ്വാസം ഉറച്ചതാണോ, അവൻ ഉറച്ചു നിൽക്കാൻ അത് അവന് സഹായകരമാകുമെന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാലോ, ഇന്ന് വിശ്വാസത്തിന്റെ വൈകല്യം കൊണ്ടാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം വീഴ്ചകൾ ഉണ്ടായിത്തീരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ചെറുതും വലുതുമായ പരീക്ഷണങ്ങളൊക്കെ അതിന്റെ അടിസ്ഥാന കാരണം തിരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അത് വിശ്വാസത്തിന്റെ അപര്യാപ്തതയാണ്, കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ നേരിടാനിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം, ആ പരീക്ഷണം ജീവിതത്തിലായിക്കൊള്ളട്ടെ, നാളെ പാരത്രിക ലോകത്തായിക്കൊള്ളട്ടെ, അത് അവന് വിജയിക്കണമെങ്കിൽ ശരിയായ വിശ്വാസം കൂടിയേ തീരൂ. ഈ ആയത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിച്ചു പറഞ്ഞു നൽകുന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറയുകയാണ്, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത്, പാരത്രിക ലോകത്ത്, ഈ മരണത്തിന് ശേഷമുള്ള മറ്റൊരു ജീവിതത്തിൽ ആ മനുഷ്യനെ ഉറപ്പിച്ചു നിർത്തുമെന്ന് പറഞ്ഞത് അത് ഏതവസ്ഥയിലാണ്? അത് ഖബർ ജീവിതത്തിലാണ്. ഖബർ ജീവിതത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസരത്തിൽ ആ മനുഷ്യന് സ്ഥിരതയാർന്ന രൂപത്തിൽ ദൃഢവിശ്വാസത്തോടുകൂടെ ഉറച്ച ശബ്ദത്തോടുകൂടെ എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്നും എന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നും പറയാൻ സാധിക്കും. അതില്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദുനിയാവിൽ എത്രമാത്രം വലിയ പണ്ഡിതനാണ് എന്ന് പറഞ്ഞാലും, എത്ര വലിയ ഡിഗ്രികൾ കരസ്ഥമാക്കിയവനാണ് എന്ന് പറഞ്ഞാലും, എത്ര വലിയ അറിവ് സമ്പാദിച്ചവനാണെന്ന് പറഞ്ഞാലും, നാളെ പരലോകത്തെത്തുമ്പോ അയാൾക്ക് ഈ പറയപ്പെട്ട ചെറുത് എന്ന് നമുക്ക് തോന്നുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലെ, ഇവിടെ നമ്മൾ എഴുതി പഠിച്ചിട്ട് കാര്യമില്ല, ഇവിടെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. നാളെ പരലോകത്ത്, ദുനിയാവിൽ മരണത്തിന് ശേഷം ആഖിറത്തിൽ, ഖബർ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ നേരിടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിന് മറുപടി കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ദുനിയാവിൽ അതിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കണം, ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. അവിടെ ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് ഉലമാക്കൾ ഖബർ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഊട്ടി ഉറപ്പിച്ചു നൽകിയ, വിശ്വാസത്തെ ഊട്ടി ഉറപ്പിച്ചു നൽകിയ ഒരു വചനം എന്നുള്ളത്. അപ്പോ നമുക്ക് പഠിക്കാനുള്ള പാഠം അത് തന്നെയാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഖബർ ജീവിതത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ നമ്മളുടെ മനസ്സിൽ ആദ്യം കോറിയിടേണ്ട വിശുദ്ധ ഖുർആനിന്റെ വചനവും ഇത് തന്നെയാണ്. നമ്മളുടെ വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ടാവട്ടെ നമ്മളുടെ ഈ സംസാരത്തിന്റെ ആരംഭം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, ഫിറഔനെ പോലെയുള്ള മുസ്ലിമീങ്ങളായ, മുഅ്മിനീങ്ങളായ, വിശ്വാസികളായ ആളുകളെ അങ്ങേയറ്റം ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ആളുകൾ, അയാളുടെ പര്യവസാനം എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്, വഹാഖ ബിആലി ഫിർഔന സൂഉൽ അദാബ്. ഫിർഔനിന് അങ്ങേയറ്റം കഠിനമായ ശിക്ഷ നേരിടേണ്ടി വന്നു. എന്നിട്ടോ അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ. ഫിർഔന്റെ മരണത്തിന് ശേഷം ഖബറിൽ അയാൾ നേരിടേണ്ടി വരുന്ന പരീക്ഷണത്തെ സംബന്ധിച്ച് പറയും, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇയാൾ എന്ത് ചെയ്യും? നരകം ഇയാൾക്ക് കാണിക്കപ്പെടും. അയാൾക്ക് നൽകപ്പെടുന്ന ശിക്ഷയെ സംബന്ധിച്ച് പറയപ്പെടുകയാണ്. എന്നിട്ട് വയൗമ തഖൂമുസ് സാഅ, അന്ത്യദിനം സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്, ഫിർഔനെയും കൂട്ടാളികളെയും കഠിനമായ ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് പറയപ്പെടുമെന്നാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കൃത്യമായി പറഞ്ഞു നൽകുന്നു, ഇത്തരത്തിലുള്ള ധിക്കാരികളായ, വിശ്വാസമില്ലാത്ത, അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖബറിൽ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി നമുക്ക് പറഞ്ഞു നൽകുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, യഥാർത്ഥത്തിൽ ഖബറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ,
അതുമായി ബന്ധപ്പെട്ട അതിന്റെ വിശേഷണങ്ങൾ പറയപ്പെട്ട ഹദീസുകൾ അത് കേൾക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കരയിക്കാനുണ്ടായ കാരണവും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അഥവാ ഇതിനേക്കാൾ അഫ്ദായ, ഇതിനേക്കാൾ പ്രയാസപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന പ്രവാചക വചനവും നമുക്ക് ബോധ്യപ്പെടും. അഥവാ ഖബറിൽ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളും അതിലുണ്ടായിത്തീരുന്ന പലതരത്തിലുള്ള വ്യത്യസ്തമായ അവസ്ഥകളെ സംബന്ധിച്ചും പ്രവാചകൻ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. പള്ളിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതറിയുന്നില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കടന്നു വരികയും അയാളെ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ പറയപ്പെടുന്നു ആ വ്യക്തി മരണപ്പെട്ടു പോയി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്, അഥവാ അദ്ദേഹത്തെ പ്രവാചകൻ അറിയിക്കാതിരുന്നതിൽ വിഷമം നേരിട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഹദീസുകളിൽ കാണാം, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ദുൽമത്തുൻ അലാ അഹ്ലിഹാ. ഈ ഖബറുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ആളുകൾക്ക്, അഥവാ അതിൽ പ്രവേശിക്കപ്പെട്ട ആളുകൾ അങ്ങേയറ്റം ഇരുട്ട് നിറഞ്ഞ അവസ്ഥയിലായിരിക്കും, പ്രയാസകരമായ അവസ്ഥയിലായിരിക്കും. വഇന്നല്ലാഹ അസ്സ വജല്ല യുനവ്വിറുഹാ ലഹും ബിസ്സലാത്തി അലൈഹിം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ സ്വലാത്ത് കൊണ്ട്, എന്റെ നിസ്കാരം കൊണ്ട് അവരുടെ ഖബറുകൾ വിശാലമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കണ്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കാതിരുന്നതിൽ പ്രവാചകന് പ്രയാസമുണ്ടായതിന്റെ കാരണമാണ് ഇവിടെ ഹദീസ് വ്യക്തമാക്കി നൽകുന്നത്. അദ്ദേഹത്തിന് ഒരു ഉപകാരം ഉണ്ടാവണമെന്ന് പ്രവാചകൻ ആഗ്രഹിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഖബറിൽ നേരിടേണ്ടി വരുന്ന ആ പ്രയാസങ്ങൾ ലഘൂകരിക്കപ്പെടണമെന്ന് പ്രവാചകൻ ആഗ്രഹിച്ചു. അപ്പൊ ഖബറിന്റെ ഒരു സ്വഭാവമാണ് പ്രവാചകൻ പറയുന്നത്. ഇരുട്ടു നിറഞ്ഞതായിരിക്കും, അന്ധത ബാധിച്ചതായിരിക്കും, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്നതായിരിക്കുമെന്നാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല, നമ്മളൊക്കെ കേട്ടിട്ടുള്ള മറ്റൊരു സംഭവമാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അദ്ദേഹം മരണപ്പെട്ടപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹാദല്ലദീ തഹറക ലഹുൽ അർശ്. ഇദ്ദേഹത്തിന്റെ മരണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശ് അത് പ്രകമ്പനം കൊണ്ട് കുലുങ്ങി. വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. ആകാശത്തിന്റെ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. വശഹിദഹു 70,000 മിനൽ മലായിക. 70,000-ഓളം മലായികത്യങ്ങൾ അദ്ദേഹത്തിന്റെ സാക്ഷിയായി കടന്നു വന്നു. ലഖദ് ദുമ്മ ദമ്മതൻ സുമ്മ ഫുർരിജ അൻ. അദ്ദേഹത്തെ പോലും ഖബറിലേക്ക് പ്രവേശിക്കപ്പെട്ടപ്പോ ഖബറൊന്ന് ഇടുക്കി എന്നാണ്. ആ ഖബറൊന്ന് ഇടുക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു ആയാസം നൽകിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതിനുശേഷം പ്രവാചകൻ തന്നെ പറയുന്നു, ലൗ നജാ അഹദും മിൻ ദമ്മത്തിൽ ഖബർ. ഖബറിന്റെ ആ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ ലനജാ മിൻഹു സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളെ ചിന്തിപ്പിക്കേണ്ട, ഒരേ സമയം തന്നെ ഭയപ്പെടുത്തേണ്ട ഒരു ചിന്തയാണ്. ഒരു സ്വഹാബി മരണപ്പെടുമ്പോൾ ഉണ്ടായി തീർന്നതിന്റെ അവസ്ഥകളെ പ്രതിപാദിച്ചതിന് ശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സ്വഭാവമാണ് വിവരിക്കുന്നത്. അദ്ദേഹത്തിന് അത്രമാത്രം സ്ഥാനമുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു നൽകുന്നതോടൊപ്പം തന്നെ ആ സ്ഥാനമുണ്ടായ ആ സ്വഹാബിക്ക് പോലും ഖബറിൽ നേരിടേണ്ടി വരുന്ന അവസ്ഥയെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞു നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മളെ സംബന്ധിച്ച് നമുക്ക് വലിയ മതിപ്പും വലിപ്പവും ഒക്കെയാണ്, അല്ലെ? നമ്മൾ കൃത്യമായി നമസ്കരിക്കുന്നവരാണ്, പലതരത്തിലുള്ള ഇബാദത്തുകൾ നിർവഹിക്കുന്നവരാണ്. നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അത്രമാത്രം അടുത്തവരാണ് എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇവരേക്കാൾ അടുത്തവരായി മറ്റാരുണ്ട്? നമ്മൾ ചിന്തിപ്പിക്കേണ്ടതാണ്. ഈ സ്വഹാബത്തിനേക്കാൾ അടുത്തവരായി മറ്റാരുണ്ട്? അവർ പോലും നേരിടേണ്ടി വരുന്ന അവസ്ഥകളെ സംബന്ധിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സഹോദരന്മാരെ, നമ്മളെ ഭയപ്പെടുത്തേണ്ടതില്ലേ? നമസ്കാരത്തിൽ ഓരോന്നും നമ്മൾ ഖബർ ശിക്ഷയെ തൊട്ട് റബ്ബിനോട് ശരണം തേടുമ്പോ അത് കേവലം വാമൊഴികൾ മാത്രമായി പരിമിതപ്പെടാതെ മനസ്സിലേക്ക് ഇറക്കപ്പെട്ട ഒരാശയമായി, പ്രാർത്ഥനയായി അത് പരിണമിക്കേണ്ടതുണ്ട്. കേവലം നമ്മളിങ്ങനെ പറയുമ്പോൾ നമസ്കാരത്തിൽ ഇങ്ങനെ ഉരുവിട്ട് അത് കഴിഞ്ഞുപോയി എന്നതിനപ്പുറത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാനും നിങ്ങളുമൊക്കെ ഇക്കണ്ട വർഷങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഓരോ പ്രാർത്ഥനയും അതിന്റെ അർത്ഥവും ആശയവും ആഴവും എത്ര മാത്രമാണ്? നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നതിന്റെ വലുപ്പം എത്ര മാത്രമാണ്? അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പറ്റണം. നമ്മൾ ഈ ചോദിച്ച റബ്ബിനോടുള്ള ഖബർ ശിക്ഷയെ തൊട്ടുള്ള ആ
തേട്ടം അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ആത്മാർത്ഥമായി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഖബറിൽ നേരിടേണ്ടി വരുന്ന അവസ്ഥകളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സുദീർഘമായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു ഹദീസാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് ഒരിക്കൽ ഒരു മനുഷ്യന്റെ ജനാസയിൽ പങ്കെടുക്കുകയാണ്. അൻസാറുകളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ജനാസയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ മറമാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എത്തിക്കഴിഞ്ഞപ്പോ പ്രവാചകൻ ആ ഖബറിന്റെ സമീപത്ത് ഇരുന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വഹാബികളെല്ലാം പ്രവാചകന്റെ ചുറ്റുപാടും ഇരുന്നു. ആ ഹദീസുകളിൽ കാണാം കഅന്ന അലാ റൂസിന ത്വയ്ർ വഫി യദിഹി ഊദുൻ, ഞങ്ങളുടെയൊക്കെ തലയിൽ ഒരു പക്ഷി വന്നിരിക്കുന്നത് പോലെയായിരുന്നു ഞങ്ങൾ ഇരുന്നത്. അഥവാ ഒരു പക്ഷി വന്നിരുന്നാൽ അത് പറന്നു പോകാതിരിക്കാൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കും, നമ്മളുടെ തല ആട്ടാതെ. അതുപോലെ ഞങ്ങളുടെ തലയിൽ ഒരു പക്ഷി വന്നിരിക്കുന്നത് പോലെ വളരെ ശ്രദ്ധയോടുകൂടെ പ്രവാചകന്റെ വചനങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നു എന്നാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു ഉഊദുണ്ട്, ഒരു വടിക്കഷ്ണമുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഇങ്ങനെ നിലത്ത് കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുത്തി പ്രവാചകൻ തല ഉയർത്തിക്കൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖബറിലെ ശിക്ഷയെ തൊട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ശരണം തേടണം. ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, പ്രവാചകൻ ഇത് 3 തവണ ആവർത്തിച്ചു എന്ന്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖബറിലെ ശിക്ഷയെ തൊട്ട് ശരണം തേടണം. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ വ ഇഖ്ബാലിൻ ഇലൽ ആഖിറ, ഒരു സത്യവിശ്വാസി അവൻ ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ടുകൊണ്ട് പരലോക ജീവിതത്തിലേക്ക് യാത്രയാകുമ്പോൾ നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് മലായികത്തുകൾ ഇറങ്ങി വരും. ആ മലായികത്തുകളുടെ സവിശേഷത എന്താണ്? ബീദുൽ വുജൂഹ് കഅന്ന വുജൂഹഹുമുശ് ശംസ്, വളരെ ശുഭ്ര മുഖമുള്ള സൂര്യന്റെ പോലെ ജ്വലിക്കുന്ന അത്രമാത്രം സന്തോഷമുണ്ടാക്കുന്ന കാഴ്ചയുള്ള മലായികത്തുകളായിരിക്കും ഇറങ്ങി വരിക. മഅഹും ഖഫനും മിൻ അക്ഫാനിൽ ജന്ന വഹനൂതും മിൻ ഹനൂതിൽ ജന്ന, അവരുടെ പക്കൽ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവയും അതുപോലെ തന്നെ അവരുടെ പക്കൽ നല്ല സുഗന്ധങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെ ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ, ആ മനുഷ്യന്റെ കാഴ്ചയുടെ അറ്റമെത്തുന്ന രൂപത്തിൽ അദ്ദേഹത്തിൽ നിന്ന് വിദൂരമായി ആ മലായികത്തുകൾ വന്നിരിക്കും. ثم يجيء الملك الموت حتى يجلس عند رأسه, മലക്കുൽ മൗത്ത് അദ്ദേഹത്തിന്റെ തലയുടെ പക്കൽ വന്നിരിക്കും. എന്നിട്ട് ആ മനുഷ്യനോട് പറയും, അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ ശാന്തി അടഞ്ഞ ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാനിൻ മിനല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിൽ നിന്ന് അവന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ പുറത്തേക്ക് വരിക. അഥവാ ആ നഫ്സിനോട്, ആ റൂഹിനോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്റതു മിന അസ്സിഖാഇ ഫയഖുദുഹാ, ഒരു പാത്രത്തിൽ നിന്ന് ഒഴുകി വരുന്ന ജലത്തുള്ളി പോലെ അതിങ്ങോട്ട് പുറത്തു വരുമെന്നാണ്. ഇതൊക്കെ ആരുടെ സവിശേഷതയാണ്? ഇത് വിശ്വാസിയുടെ പ്രത്യേകതയാണ്. ഒരു വിശ്വാസിയുടെ റൂഹ് പുറത്തു വരുന്നതിന്റെ പ്രത്യേകതയാണ് ഇവിടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ അതിനെ എടുത്തുകൊണ്ട് വളരെ നിമിഷ നേരം കൊണ്ട്, അഥവാ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് തന്നെ അതിനെയുമായി കൊണ്ട് ആ കഫൻ പുടവയിൽ ചുറ്റി ആ സുഗന്ധദ്രവ്യത്തിൽ പൊതിഞ്ഞ് മലായികത്തുകൾ ഉപരിലോകത്തേക്ക് പോകുമെന്നാണ്. ഇത് സഞ്ചരിക്കുന്നിടത്തൊക്കെ ഈ പരിമളം പരന്നുകൊണ്ടായിരിക്കും സഞ്ചരിച്ചു പോവുക. അങ്ങനെ അതും കൊണ്ട് മലായികത്തുകൾ മുകളിലേക്ക് പോകുമ്പോഴൊക്കെ ചോദിക്കപ്പെടും, ഇതാരുടെ റൂഹാണ്? കാരണം അത്രമാത്രം പരിമളം ചൊരിഞ്ഞുകൊണ്ട് സുഗന്ധം പൂകിക്കൊണ്ടാണ് ഈ നഫ്സ്, ഈ റൂഹ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ മനുഷ്യന് ദുനിയാവിൽ നൽകപ്പെട്ടിരുന്നതിൽ ഏറ്റവും നല്ല പേര് കൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ മലായികത്തുകൾ ഈ മനുഷ്യനെ സംബന്ധിച്ച് പരാമർശിക്കുമെന്നാണ്. അങ്ങനെ ദുനിയാവിന്റെ അഥവാ ആകാശലോകത്തേക്ക് എത്തിപ്പെടുമ്പോ അദ്ദേഹത്തിന് വേണ്ടി തുറക്കപ്പെടാൻ ഈ മലായികത്തുകൾ ആവശ്യപ്പെടുകയും ആ മലായികത്തുകൾക്ക് ഈ നഫ്സിന് വേണ്ടി തുറക്കപ്പെടുകയും ആ മലായികത്തുകളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന മറ്റു മലായികത്തുകളും എല്ലാം ഈ റൂഹിനെ അനുഗമിച്ചുകൊണ്ട് പുറപ്പെട്ടു പോവുകയും ചെയ്യുമെന്ന് ഹദീസുകളിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്, ഉക്തുബു കിതാബ അബ്ദി ഫി ഇല്ലിയീൻ, ഇല്ലിയീൻ എന്ന കിതാബിൽ എന്റെ അബ്ദിനെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. വഅഈദൂഹു ഇലൽ അർദ്, എന്നിട്ട് ഭൂമിയിലേക്ക് ഈ റൂഹിനെ മടക്കി അയക്കുക. ഫഇന്നി മിൻഹാ ഖലഖ്തുഹും വഫീഹാ ഉഈദുഹും, ഞാൻ അവിടെ നിന്നാണ്
ഇവനെ സൃഷ്ടിച്ചത്, അഥവാ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അതിലേക്കു തന്നെയാണ് ഞാൻ ഇവരെ മടക്കുക. വമിൻഹാ ഉഖ്രിജുഹും താറത്തൻ ഉഖ്റാ, ഇനി അതിൽ നിന്ന് തന്നെയാണ് ഞാൻ വീണ്ടും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. ഇത് വിശ്വാസിയെ സംബന്ധിച്ച് ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടതാണ് എങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതിന് നേർവിപരീതമായ അവസ്ഥയിലായിരിക്കും നാളെ കാഫിരീങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്ന അവസ്ഥ. അതും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വഇന്നൽ അബ്ദൽ കാഫിർ ഇദാ കാന മിൻ ഇൻഖിതാഇൻ മിന ദുനിയ വഇഖ്ബാലിൻ ഇലൽ ആഖിറ, അവന്റെ മരണം അടുക്കുമ്പോ ഇതുപോലെ തന്നെ മലായിക്കത്തുകൾ ഇറങ്ങി വരും. പക്ഷെ ആ മലായിക്കത്തുകളുടെ അവസ്ഥ സൂദുൽ വുജൂഹ്, കറുത്തിരണ്ട മുഖമുള്ള മലായിക്കത്തുകളായിരിക്കും. മഅഹുമുൽ മസൂഹു ഫയജ്ലിസൂന മിൻഹു മദ്ദൽ ബസർ, ഭയപ്പെടുത്തുന്ന പരുക്കൻ വസ്ത്രമണിഞ്ഞ മലായിക്കത്തുകളായിരിക്കും അവർ. അങ്ങനെ ആ മലായിക്കത്തുകൾ അവരിലേക്ക് കടന്നു വരികയും ആ നഫ്സിനോട് മലായിക്കത്തുകൾ പറയുകയും ചെയ്യുമെന്നാണ്, അയ്യതുഹൻ നഫ്സുൽ ഖബീസ, വൃത്തികെട്ട നഫ്സേ നീ പുറത്തേക്ക് വാ, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗദബ്, അള്ളാഹുവിന്റെ കോപത്തിലേക്ക്, റബ്ബിന്റെ കോപത്തിലേക്ക് നീ പുറത്തേക്ക് വാ എന്ന് പറയുമെന്നാണ്. ആ സമയത്ത് ഇത് മടിച്ചു നിൽക്കും. ഏതുപോലെ എന്നറിയുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അവസ്ഥയെ സംബന്ധിച്ച് പറയുകയാണ്. അഥവാ ഈ നഫ്സ്, ഈ റൂഹ് പുറത്തു വരാൻ വേണ്ടി മടിച്ചു നിൽക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് പറയുകയാണ്. ഫതുഫറഖു ഫീ ജസദി, അത് വേർപിരിയുന്നതിനെ തൊട്ട് ഭയപ്പെട്ടുകൊണ്ട് ആ ശരീരത്തിൽ അങ്ങനെ നിൽക്കും. കമാ യുൻതസഉ സഫൂദു മിനസ് സൂഫിൽ മബ്ലൂൽ, ഒരു പഞ്ഞിക്കെട്ടിൽ നിന്ന്, നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് ഊരിയെടുക്കുന്ന മുള്ളിനെ പോലെ അത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് അവസ്ഥയിലായിരിക്കും ഈ ആത്മാവിനെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. ഇത് കുഫാറുകളുടെ അവസ്ഥയെ സംബന്ധിച്ചാണ് ഹദീസിൽ പരാമർശിക്കപ്പെടുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ മലായിക്കത്തീങ്ങൾ ഈ വൃത്തികെട്ട വാസനയേറിയ റൂഹുമായിക്കൊണ്ട് ഉപരിലോകത്തേക്ക് കടന്നു പോകുന്നുണ്ട്. ആ പുറപ്പെട്ടു പോകുന്ന അവസരങ്ങളിലെല്ലാം ചോദിക്കപ്പെടുന്നുണ്ട്, ഇതേതാണ് ഈ മ്ലേച്ഛമായ വൃത്തികെട്ട വാസനയുള്ള ആത്മാവ് എന്ന് ചോദിക്കപ്പെടുന്നുണ്ട്. ആ സമയത്ത് ആകാശലോകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാൻ ആവശ്യപ്പെടുകയും അത് തുറക്കപ്പെടുകയില്ല എന്ന് പറയപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉക്തുബു കിതാബഹു ഫീ സിജ്ജീൻ, സിജ്ജീനിൽ ഈ മനുഷ്യന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. അൽ അർദ് സുഫറഫത് യുത്രഹു റൂഹുഹു, എന്നിട്ട് ഈ റൂഹിനെ എറിയപ്പെടുമെന്നാണ്. തർഹൻ, ഒരു ഏറ് വെച്ചു കൊടുക്കും. എന്നിട്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമൻ യുശ്രിക് ബില്ലാഹ്, ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്, ഫകഅന്നമാ ഖറ മിനസ് സമാ, അവൻ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ്. എന്താ ആ മനുഷ്യന്റെ വീണവന്റെ പ്രത്യേകത? ഫതഖ്തഫുഹു അത്വയ്ർ, ഒന്നുകിൽ പക്ഷികൾ അവനെ റാഞ്ചിയെടുക്കും, ഔ തഹ്വി ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്, അല്ലെങ്കിൽ ഈ മനുഷ്യനെയും കൊണ്ട് കാറ്റ്, ഏതോ ദിശയിൽ പാറിപ്പോകുന്ന കാറ്റ് ഇവനെയും കൊണ്ട് എവിടെയൊക്കെയോ കൊണ്ടിടും. ഇത് അവിശ്വാസിയുടെ ഉപമയായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഇത് നാളെ റൂഹിന് സംഭവിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമെന്നാണ്. മാത്രമല്ല ഈ മനുഷ്യന്റെ റൂഹ് നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയും ഹദീസുകളിൽ കാണാം. വിശ്വാസിയോട് വിശ്വാസിയോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾ എന്താണ്? നമ്മളൊന്ന് ഇരുത്തി ആലോചിക്കേണ്ട ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ അറിവുകൾ സമ്പാദിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഏതൊക്കെ മേഖലകളിൽ നമുക്ക് അറിവുണ്ടായിരിക്കും. രാഷ്ട്രീയ മേഖലകളിലാവട്ടെ, സാമ്പത്തിക മേഖലകളിലാവട്ടെ, പല വ്യത്യസ്തമായ മേഖലകളിൽ നമുക്ക് അറിവുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആലോചിച്ചു നോക്കുക, അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ മേഖലകളെ സംബന്ധിച്ചല്ല, മറിച്ച് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ആരാണ് നിന്റെ റബ്ബ് എന്നാണ്. മൻ റബ്ബുക, വിശ്വാസിക്ക് മറുപടി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിന്റെ അയക്കപ്പെട്ട പ്രവാചകനെ കാണിച്ചുകൊണ്ട് ചോദിക്കും, ഇതാരാണെന്ന് ചോദിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് വിശ്വാസി മറുപടി കൊടുക്കും. പക്ഷേ അവിശ്വാസിയുടെയും കാഫിറിന്റെയും അവസ്ഥ എന്താണ്? ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഈ മനുഷ്യനോട് ചോദിക്കപ്പെടുമെന്നാണ്, മൻ റബ്ബുക ഫയഖൂൽ, ഇയാൾ പറയും, ഹാ ഹാ ലാ അദ്രി, എനിക്കറിയില്ല. അയാൾ വിലപിച്ചുകൊണ്ട് ഉറക്കെ ശബ്ദിക്കുകയാണ്. ഫയഖൂലാനി, എന്നിട്ട് വീണ്ടും ചോദിക്കും, മാ ദീനുക്, എന്താ നിന്റെ മതം? അപ്പോഴും ഈ മനുഷ്യൻ വിലപിച്ചുകൊണ്ട് പറയും, വീണ്ടും ചോദിക്കും, ഇതാരാണ് ഈ അയക്കപ്പെട്ട വ്യക്തി? അപ്പോഴും ഈ മനുഷ്യൻ പറയും, എനിക്കറിയില്ല. വേറെ ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും,
മുനാഫിക്കിനോട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മുനാഫിക്ക് പറയുമെന്നാണ്, ജനങ്ങൾ പറഞ്ഞിരുന്നത് എന്താണോ അത് ഞാൻ പറഞ്ഞു, മറ്റൊന്നും എനിക്കറിയില്ല. ആലോചിച്ചു നോക്കണം. ജനങ്ങൾ എന്തൊക്കെയോ പറയുമായിരുന്നു, അത് ഞാൻ ഏറ്റുപറയുക മാത്രമാണ് ചെയ്തത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വിശ്വാസ വിഷയത്തിന്റെ ഗൗരവമാണ് ഇവിടേക്ക് ഊന്നി പറയുന്നത്. അഥവാ നമ്മളുടെ വിശ്വാസം ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു തന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്, മറിച്ച് കൃത്യമായി വിശ്വാസത്തെ സംബന്ധിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതും അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതുമാണ്. മറ്റേത് വിഷയങ്ങളിൽ നമുക്ക് അബദ്ധം സംഭവിച്ചാലും വീഴ്ച വന്നാലും വിശ്വാസ വിഷയങ്ങളിൽ വീഴ്ച വരുന്നത് പോലെയല്ല. അത് ഖബർ ജീവിതം മുതൽ ആരംഭിക്കും അതിന്റെ പ്രയാസം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ ഈ ഹദീസ് അതുപോലെ തന്നെ നമ്മളെ ഭയപ്പെടുത്തേണ്ടുന്ന മറ്റൊരു കാര്യമാണ്. ഇതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വ്യത്യസ്തമായ പരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഈ പറയപ്പെട്ടതുപോലെ ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഖബർ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളിൽ മറ്റൊരു വശം കൂടെയുണ്ട്. അഥവാ വിശ്വാസ വൈകല്യം. അതാണ് ഒന്നാമത്തെ കാരണം. അഥവാ വിശ്വാസത്തിൽ വരുന്ന പാകപ്പിഴവുകൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രയാസം. രണ്ടാമത്തെ മറ്റൊരു പ്രയാസമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആമ്മത്തു അഹ്ലിൽ ഖുബൂർ, ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഫഇന്ന ആമ്മത അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിലെ ഏറ്റവും പൊതുവായ അഥവാ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കപ്പെടുക അത് ബൗലിൽ നിന്നായിരിക്കും. അഥവാ ഹദീസുകളിൽ നമുക്ക് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ആളുകളുടെ ഖബറിന്റെ സമീപത്തു കൂടെ കടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നഹുമാ ല യുഅദ്ദബാൻ, ഈ 2 ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, വമാ യുഅദ്ദബാനി ഫീ കബീർ, ഇവര് വളരെ വലിയ ശിക്ഷ കൊണ്ടൊന്നുമല്ല വളരെ വലിയ കാരണം കൊണ്ടുള്ള പ്രവർത്തനം കൊണ്ടല്ല ഇവർ ശിക്ഷിക്കപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒരു തെറ്റുകൊണ്ടല്ല ഇവർ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് നമ്മൾ വിചാരിക്കും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന്റെ ഉദ്ദേശം അവർ ചെയ്തത് ചെറിയ എന്തോ കാര്യമാണ് എന്ന്. പ്രവാചകൻ അവിടെ ഉദ്ദേശിക്കുന്നത്, ഉലമാക്കൾ പറയുന്നത്, ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ, ജനങ്ങളുടെ കണ്ണിൽ ഇവർ ചെയ്യുന്ന തെറ്റ് വളരെ ഗൗരവമില്ലാത്തതാണ്. പക്ഷേ പ്രവാചകൻ തന്നെ പറയുന്നു അതെന്താണ്, അത് വലിയ തെറ്റു തന്നെയാണ്. എന്നിട്ട് പ്രവാചകൻ ആ 2 കാരണങ്ങൾ പറയുന്നു. ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ, ഇതിലൊരാൾ അയാൾ ഈ പറയപ്പെടുന്നത് പോലെ മൂത്രമൊഴിച്ചാൽ അതിൽ നിന്ന് ശുദ്ധിയാവുന്നതിൽ വീഴ്ച വരുത്തിയ വ്യക്തിയാണ്. അത് തന്റെ ശരീരത്തിലേക്ക് തെറിക്കുന്നതിനെ തൊട്ടും മറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിൽ അബദ്ധം സംഭവിച്ച വ്യക്തിയാണ്. കാരണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിന് നിർബന്ധമായ നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ള പ്രവർത്തനം തടസ്സപ്പെടാൻ കാരണമാവും, അല്ലേ? നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ നജസുമായിട്ടാണ് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി കയറുന്നത് എങ്കിൽ ആ നമസ്കാരത്തെ അത് ബാധിക്കും. അപ്പൊ ഈ മനുഷ്യൻ മൂത്രമൊഴിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അതിൽ വീഴ്ച വന്ന മനുഷ്യനാണ്. ആ വീഴ്ച ഇയാളെ നിരന്തരമായി ഇയാളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും നാളെ ഖബറിലേക്ക് വലിയ ശിക്ഷയായി പരിണമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ ആളുടെ പ്രത്യേകത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് നമീമത്ത് കൊണ്ടാണ്. എന്താണ് നമീമത്ത് എന്ന് പറഞ്ഞാൽ? ഉലമാക്കൾ പറയുന്നു, നമീമത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുള്ള വാർത്തകളെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ എത്തിച്ചു കൊടുക്കുന്ന ആളുടെ മനസ്സെന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള വാർത്ത ഇവിടെ എത്തിച്ചു കൊടുക്കുമ്പോൾ അതിലൂടെ ഒരു പ്രശ്നം ഉണ്ടായിത്തീരണം, ഒരു ഫസാദ് ഉണ്ടായിത്തീരണം, ഫിത്ന ഉണ്ടായിത്തീരണം. ഇങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇയാൾ അവിടെ നിന്നും ഈ വാർത്ത ഇവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അഥവാ നമ്മളൊക്കെ സാധാരണ വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട്, അവിടെയുള്ള വിശേഷം ഇവിടെ വന്ന് പറയാറുണ്ട്. ആ വിശേഷം പങ്കുവെക്കുന്നതിൽ നമ്മുടെ ഉദ്ദേശം പരസ്പരം സന്തോഷം പങ്കിടുക എന്നുള്ളതാണ്. പക്ഷെ ഇയാളുടെ ഉദ്ദേശം അവിടെയുള്ള ഒരു വാർത്ത ഇവിടെ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഫിത്ന ഉണ്ടാക്കലാണ്, ഫസാദ് ഉണ്ടാക്കലാണ് ഇയാളുടെ ഉദ്ദേശം. അങ്ങനെ ഫിത്ന ഉണ്ടാക്കുന്ന, ഫസാദ് ഉണ്ടാക്കുന്ന നമീമത്തുകാരനാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ അതിലൂടെ ഇയാൾക്ക് ഖബറിൽ ശിക്ഷ നേരിടേണ്ടി വന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളുടെ സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ നാവ് കൊണ്ടാണ്, അല്ലെ, നമ്മൾക്ക് ഹദീസ് കേട്ടിട്ടുണ്ടായിരിക്കും,
ഒരു മനുഷ്യന്റെ നാവ് കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അവൻ നരകശിക്ഷ ഏറ്റുവാങ്ങുന്നത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അല്ലെ? ഒരു മനുഷ്യന്റെ നാവിന്റെ അപകടത്താലാണ് അവൻ നേരിടേണ്ടി വരുന്ന പല ശിക്ഷയുടെയും കാരണങ്ങൾ നാവിനെ അടക്കി വെക്കാത്തത് കൊണ്ടാണ്. അത് പല മേഖലകളിലുണ്ട്. ചിലപ്പോൾ ദീനിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ടായിരിക്കും, അല്ലെ? ദീനിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്തും സംസാരിക്കുന്നിടത്തുമൊക്കെ ശ്രദ്ധയില്ലാതെ സംസാരിക്കുമ്പോൾ അത് നമ്മൾ വിചാരിക്കും ചെറിയ കാര്യമാണെന്ന്, പക്ഷേ റബ്ബിന്റെ അടുക്കൽ വളരെ വലിയ കാര്യമായിരിക്കും. അപ്പൊ നാവ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു സഹോദരനായ ഒരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവന്റെ അഭാവത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ഗീബത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അത് അവന്റെ പച്ചമാംസം ഭക്ഷിക്കുന്നവനെ പോലെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഗീബത്തുകൾ, നമീമത്തുകൾ, ദീനുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധയോടുകൂടെ സംസാരിക്കേണ്ട വിഷയങ്ങൾ, അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ നാവിനെ നിയന്ത്രിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ഈ പറയപ്പെട്ട അപകടങ്ങളിലൊക്കെ നമ്മൾ പെട്ടുപോകും. അതുപോലെ തന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഇത്തരത്തിലുള്ള നിബന്ധനകൾ അത് പഠിക്കണം നമ്മൾ. ഇവിടെ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ നേരത്തെ പറഞ്ഞതുപോലെ അയാളുടെ മലമൂത്ര വിസർജന മര്യാദകളിൽ വന്ന അപാകതയാണ് ഇയാൾക്ക് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത്. നമ്മൾ നമസ്കാരത്തിന്റെ നിബന്ധനകളൊക്കെ പഠിക്കുമ്പോൾ ആ നിബന്ധനകളിൽപ്പെട്ട ഒരു കാര്യമാണ് ഇസാലത്തുൻ നജാസ എന്ന് പറഞ്ഞാൽ നജസിൽ നിന്ന് ശുദ്ധീകരിക്കുക, നജസ് ഉണ്ടാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമസ്കാരം സ്വീകരിക്കപ്പെടാനുള്ള ഒരു നിബന്ധനയായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മളുടെ ശരീരത്തിൽ നജസുകൾ ബാധിച്ച അവസ്ഥയിൽ നമ്മൾ പോയി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ നമസ്കാരത്തെ ബാധിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട നിർബന്ധമായ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മൾ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ഹദീസിൽ പ്രസ്താവിക്കപ്പെട്ടതുപോലെ നമ്മളുടെ നാവിനെ നമ്മൾ അടക്കി നിർത്താൻ സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, നമുക്ക് ആ ഖബർ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ആ ഖബർ ശിക്ഷയിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? അതിലൊന്നാമത്തത് നമ്മൾ സംസാരത്തിന്റെ ആരംഭത്തിൽ തന്നെ സൂചിപ്പിച്ചു. അതെന്താണ്? നമ്മളുടെ വിശ്വാസം കൃത്യമാക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ എളുപ്പമാണ് ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഇന്ന് വളരെ എളുപ്പമാണ്. ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്ക് ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ. വിശ്വസ്തരായ ദീൻ പഠിപ്പിക്കുന്ന മതവിദ്യാർത്ഥികളായ പണ്ഡിതന്മാരായ ആളുകളുണ്ട്. അവരുടെ സംസാരങ്ങളുണ്ട്, അവരുടെ പ്രസംഗങ്ങളുണ്ട്, ക്ലാസ്സുകളുണ്ട്. ഇതൊക്കെ നമ്മളുടെ വീട്ടിന്റെ അകത്തിരുന്നു കൊണ്ട് നമുക്ക് കേൾക്കാനും പഠിക്കാനും ഒക്കെ അവസരം ഉണ്ടെന്നും നമ്മളത് ചിന്തിച്ചു നോക്കുക. സാധാരണ പണ്ഡിതന്മാര് ചിലർ പറയുന്നത് പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് എന്നവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൊബൈലുകളിലും നമ്മളുടെ ആധുനിക സംവിധാനങ്ങളിലും ഇന്ന് നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഇതേപോലെ തന്നെ ഇതുപോലുള്ള ക്ലാസ്സുകൾ കേൾക്കാനുള്ള സൗകര്യങ്ങൾ അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. അങ്ങനെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ നമ്മൾ പരമാവധി പ്രത്യേകിച്ച് വിശ്വാസ വിഷയങ്ങളിൽ വൈകല്യം വരാതിരിക്കാൻ, അത് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രത്യേകിച്ച് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിലൂടെയാണ് നാളെ ഖബർ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. രണ്ടാമത്തേത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ നേരത്തെ ഹദീസുകളിൽ പ്രസ്താവിക്കപ്പെട്ടതുപോലെയുള്ള കാര്യങ്ങളെ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ നിസ്കാരത്തിൽ ഇന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന അർത്ഥത്തിലല്ല, അല്ലെ? നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിലെ മദ്രസയിൽ നിന്ന് അല്ലെങ്കിൽ കുറച്ച് മുതിർന്നപ്പോ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് കുറച്ച് പ്രാർത്ഥനകളൊക്കെ നമസ്കാരമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളതിങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് ഞാനിതിന്റെ റബ്ബിനോട് വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കാം. ഖബർ ശിക്ഷയെ തൊട്ട് നമ്മൾ അള്ളാഹിനോട് അങ്ങനെ ഒന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകൾ അത്തരത്തിൽ കാണാൻ സാധിക്കും. ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷ തേടുന്നതിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ഹദീസുകൾ എമ്പാടും കാണാൻ പറ്റും. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്.
അതിൽ സ്വഹീഹായ ഒരു ഹദീസുകളിൽ തന്നെ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുഅ്തർ റജുലു ഫീ ഖബ്രിഹി ഫഇദാ ഉതിയ മിൻ ഖിബലി റഅസിഹി ദഫഅത്ഹു തിര. ഹദീസുകളിൽ കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യൻ ഖബറിൽ വെക്കപ്പെട്ടാൽ ഫഇദാ ഉതിയ മിൻ ഖിബലി റഅസിഹി, അവന്റെ തലയുടെ ഭാഗത്തിലൂടെ ശിക്ഷ കടന്നു വന്നാൽ ദഫഅത്ഹു തിലാവത്തുൽ ഖുർആൻ, അത് ഖുർആൻ വിശുദ്ധ ഖുർആനിന്റെ പാരായണം അതിനെ തടയും. അപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഒരു മനുഷ്യന് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷയാണ്. അതുപോലെ തന്നെ ഹദീസിൽ അതിനുശേഷം കാണാം, ഇദാ ഉതിയ മിൻ ഖിബലി യദൈഹി ദഫഅത്ഹു സദഖ, കൈയിന്റെ ഭാഗത്തിലൂടെ അവൻ ഇതേപോലെ കടന്നു വന്നാൽ, മുൻഭാഗത്തൂടെ കടന്നു വന്നാൽ സ്വദഖ അവനെ തടയും, അതിനെ തടയും. ഇദാ ഉതിയ മിൻ ഖിബലി റിജ്ലൈഹി ദഫഅഹു മശ്യുഹു ഇലൽ മസാജിദി, ഇനി കാലിന്റെ ഭാഗത്തൂടെയാണ് കടന്നു വരുന്നത് എങ്കിൽ അവൻ പള്ളിയിലേക്ക് നടന്നുപോയ ആ കാലടികൾ അവനെ സഹായിക്കുമെന്നാണ്. അവ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ ഖബറിലേക്കുള്ള രക്ഷയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സൽക്കർമ്മങ്ങൾ നമുക്ക് വർദ്ധിപ്പിക്കാനും നിലനിർത്താനും സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണമായിക്കൊള്ളട്ടെ, കൃത്യമായി ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്നതായിക്കൊള്ളട്ടെ, ചെറുതാണ് എങ്കിലും സ്വതക്കയായി നമ്മൾ കൊടുക്കുന്ന ഒരു വിഹിതമായിക്കൊള്ളട്ടെ, ഇതൊക്കെ നിലനിർത്താനും നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാനും നമുക്ക് സാധിച്ചാൽ അത് നാളെ ഖബർ ജീവിതത്തിൽ നമുക്ക് ഗുണകരമാണ്. ഇത് നമ്മൾ ഒരു പക്ഷേ വേറൊരു ഹദീസ് ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കണ്ട ഒരു കാഴ്ച അവിടുന്ന് വിവരിക്കുന്നുണ്ട്. അഥവാ വ്യത്യസ്തമായ ശിക്ഷകൾ അനുഭവിക്കുന്നവരുടെ അനുഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കണ്ടത് വിവരിച്ചു നൽകുന്നുണ്ട്. ആ ശിക്ഷ അനുഭവിച്ചവരെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറയുന്നുണ്ട്, അത് ഖിയാമത്ത് നാൾ വരെ അവർക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയാണ് എന്ന്. അഥവാ ഖബറിൽ അവർ നേരിടേണ്ടി വരുന്ന ശിക്ഷകളെ സംബന്ധിച്ചാണ് പ്രവാചകൻ പറയുന്നത്. സുദീർഘമായ ഒരു ഹദീസാണ്. വ്യത്യസ്തമായ പ്രയാസങ്ങൾ അവർ നേരിടുന്നതായി പ്രവാചകൻ കാണുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ അവരുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ആളുകൾ ചെയ്ത തെറ്റുകൾ എന്തായിരുന്നു എന്ന് പ്രതിപാദിക്കപ്പെടുമ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു വ്യക്തിയുടെ തെറ്റായി ഹദീസുകളിൽ വന്നത്, ഇയാൾ നടത്തുന്ന കളവ്. പ്രവാചകൻ പറയുന്നത്, ഇയാൾ ഇയാൾ കളവ് ഇങ്ങനെ പറയും, എന്നിട്ട് ഫതുഹ്മലു അൻഹു, ഈ കളവ് ഇയാളിൽ നിന്ന് വിട്ടങ്ങനെ പ്രചരിക്കാൻ തുടങ്ങും. ഹത്താ തബ്ലുഗൽ ആഫാഖ്, അതിങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് അതിങ്ങനെ പ്രചരിക്കും. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കാര്യം ലോകത്തിന്റെ ഏതറ്റത്തെത്തിക്കാനും നമുക്കിന്ന് സംവിധാനങ്ങളുണ്ട്. ഒരു കള്ളം, ഒരു നുണ പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണ്? ഇന്നത്തെ സോഷ്യൽ മീഡിയകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ആളുകൾക്ക് ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കാം. പലരും ദീനിന്റെ വ്യത്യസ്തമായ ഹറാമുകൾ പ്രചരിപ്പിക്കുന്നതായിക്കൊള്ളട്ടെ, ബിദ്അത്തുകൾ പ്രചരിപ്പിക്കുന്നതായിക്കൊള്ളട്ടെ, അവരുടെ വിശ്വാസങ്ങളുടെ വൈകല്യങ്ങൾ, വികരമായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതായിക്കോട്ടെ, അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളും മറ്റൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് തങ്ങളുടെ വിശ്വാസങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായ പല ലാഭങ്ങളും ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് അവർ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലേക്ക് ജനങ്ങളിലേക്കൊക്കെ എത്തപ്പെടുന്ന കള്ളങ്ങൾ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു സൂക്ഷ്മതയുമില്ലാതെ നമ്മളുടെ മൊബൈലുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനെ നമ്മൾ ഭയപ്പെടണം. കണ്ടതും കേട്ടതും ഒക്കെ ആളുകളിലേക്ക് സെൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊന്നും പാടില്ലാത്തതാണ്. അതൊക്കെ നമ്മൾ ഗൗരവത്തിൽ തന്നെ എടുക്കണം. നമ്മൾ മറ്റൊരു സഹോദരനോട് സംസാരിക്കുമ്പോൾ കാണിക്കേണ്ട ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ഗൗരവം നമ്മളൊരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഒരു സഹോദരനോട് സംസാരിച്ചാൽ ചിലപ്പോൾ അവിടെ തീരും. പക്ഷേ നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ അയാൾ വേറൊരാളിലേക്ക് അയച്ച് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലേക്ക് അതിങ്ങനെ വ്യാപിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ കുറെ കാരണങ്ങൾ ആ ഹദീസുകളിൽ കാണാം. അതിൽപ്പെട്ട മറ്റൊന്നാണ് ശിക്ഷ അനുഭവിക്കപ്പെടേണ്ടി വരുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ഒന്ന് സുനാത്തുകളാണ്, അഥവാ വ്യഭിചാരികളായ ആളുകൾ.
അവർ അവിടെ പീഡനം അനുഭവിക്കേണ്ടി വരും. മറ്റൊന്ന് പലിശയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. നമ്മൾ ഇത്ര ഗൗരവത്തിൽ കാണേണ്ടത് ഒരു വിഷയമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക. പലിശയുമായി ഇന്ന് ബന്ധപ്പെടാത്ത, അതുമായി അതിൻ്റെ ഫലങ്ങൾ ഉപയോഗിക്കാത്ത ആളുകൾ ഇന്ന് കുറഞ്ഞു വരികയാണ്. മാത്രമല്ല, അത് ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനെ ന്യായീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ മാറിപ്പോയി എന്നുള്ളതാണ്, അല്ലേ? അത് ഒരു അബദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കണമെന്ന് പ്രതീക്ഷിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന ഒരു അവസ്ഥയല്ല പലപ്പോഴും. ഇതൊക്കെ സർവ്വസാധാരണമായി തീർന്നു, അതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയി. അതുപോലെ തന്നെ വ്യഭിചാരം, അതിനെ സംബന്ധിച്ചും ഈ ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഹദീസുകളിൽ കാണാം, ഖുർആനും ഹദീസും ഒക്കെ പഠിച്ചിട്ട് അതുകൊണ്ട് അമല് ചെയ്യാത്ത ആളുകൾ, ഇതും ഈ ഹദീസിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങൾ ഈ ഹദീസിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രമാത്രം നമുക്ക് ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സദസ്സുകളിലൂടെ ഈ കാര്യങ്ങളുടെ ഗൗരവവും അതിൻ്റെ ഭീകരതയുമൊക്കെ നമുക്ക് പഠിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കേണ്ട ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവനെ ഭയപ്പെടുന്ന, അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്ന ശരിയായ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്ക് ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധത്തിലുള്ള സാമ്പത്തികവും അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായൊക്കെയുള്ള പ്രയാസങ്ങൾ റബ്ബ് ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നിവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.